ഡയറക്ടറെ കാണുമ്പോൾ പ്രൊഡ്യൂസർ ചാടി എഴുന്നേറ്റ് സല്യൂട്ട് അടിക്കേണ്ട നിയമം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇന്നലെ ഒരു കമന്റിനകത്ത് വന്നൊരു കാര്യം പറഞ്ഞു, വെള്ളത്തിൻ്റെ. ഇന്ന് എനിക്ക് പറ്റിയൊരു അബദ്ധത്തോടെ പറഞ്ഞുതരാം. 2017 സിനിമയെക്കുറിച്ചൊന്നും അറിയാത്ത ടൈമിന് എന്നെ ഒരു അത്യാവശ്യം വലിയൊരു ബാനറിൽ നിൽക്കും, മമ്മൂക്കാടെയും ലാലേട്ടൻ്റെയൊക്കെ പടം എടുത്ത വലിയൊരു ബാനറിൻ്റെ പേര് പറഞ്ഞിട്ട് ആ ഒരു സെറ്റപ്പ് നിൽക്കുന്ന ഒരാൾ വ്യക്തി വന്നു എൻ്റെ അടുത്ത് വന്ന് കഥ പറഞ്ഞു. അത് പുള്ളിക്കാരൻ്റെ റിലേറ്റീവാണ്, ആ പടങ്ങളൊക്കെ എടുത്ത്. ഇപ്പോൾ ഒരു പടം ഡയറക്റ്റ് ചെയ്യാൻ പോകുകയാണെന്ന്, ഒരു പടം പകുതിക്കായി, അതിൻ്റെ ഫണ്ടിങ് വേണമെന്ന് പറഞ്ഞ് സംസാരിച്ചു. ഞാൻ ചെന്നൈയിൽ ആവശ്യത്തിനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 2017-16 കാലയളവാണ്. അപ്പോൾ സിനിമയെക്കുറിച്ചൊന്നും അറിയില്ല, അന്നും അറിയില്ല ഇന്നും അറിയില്ല എന്നൊക്കെ പറയുന്നു. കുറച്ചൊക്കെ പഠിച്ചാണ്, അനുഭവമാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ എന്നെ ചെന്നൈയിൽ നിന്ന് വരാമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞ് വരും മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ചെന്നൈയിൽ തിരിച്ചു വരുമ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്തൊരു ഹോട്ടലിൽ വെച്ച് മീറ്റ് ചെയ്യുകയും അവിടെ വെച്ചിട്ട് നമ്മൾ ആ പടം അയാൾ ചെയ്ത ഷൂട്ടിങ്ങിൽ എന്നെ കാണിച്ചു കഴിഞ്ഞു. എന്നിട്ട് ഞാൻ നേരെ പിന്നെ ആ പ്രോജക്റ്റ് ഏറ്റതിന് ശേഷം ഞാനാണെങ്കിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് നമ്മുടെ സുഹൃത്തുക്കളെ കൂടി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് കാര്യങ്ങൾ സംസാരിച്ച് സുഹൃത്തുക്കളൊക്കെ ഓക്കെ ആയി. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ചെറിയ രീതിയിൽ പുള്ളിക്കാരൻ്റെ ക്യാരക്ടറിന് ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട്. അപ്പം ഒരു 6 ദിവസം കഴിഞ്ഞപ്പോൾ 7ൻ്റെ അന്ന് സോങ് ഷൂട്ട് എടുക്കുന്നത് വരാപ്പുഴ വെച്ച്. സോങ് ഷൂട്ട് കുറച്ച് ഭാഗം അവിടെ വെച്ച് എടുത്തു, കുറച്ച് ഭാഗം ഒരു ബീച്ചിൻ്റെ സൈഡിൽ വെച്ച് എടുത്തു. ആ ബീച്ചിൻ്റെ സൈഡിൽ വെച്ച് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ അത്യാവശ്യം വെയിലുള്ള ടൈമൊക്കെയാണ്. അപ്പോൾ നമ്മൾ ബീച്ചിനകത്ത് ഉച്ചയൊക്കെ വെയിൽ അറിയാമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് സൈഡിൽ മാറി ഒരു കസേര, ഒരു മരത്തിൻ്റെ മുട്ടി കുറച്ച് കസേരയൊക്കെ ഇട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുക. അപ്പോൾ ഡയറക്ടർ ഷൂട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ആ ഡയറക്ടറെ കണ്ടപ്പം എഴുന്നേറ്റില്ല എന്നും പറഞ്ഞ് ഇയാൾ പരാതി പറഞ്ഞു. അവിടെ കുറേ ചെയർ കിടപ്പുണ്ട്, അവിടെ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയില്ല അങ്ങനെ വല്ല നിയമം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഡയറക്ടറെ കാണുമ്പോൾ പ്രൊഡ്യൂസർ ചാടി എഴുന്നേറ്റ് സല്യൂട്ട് അടിക്കേണ്ട നിയമം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇത് ഞാൻ എത്രയോ സിനിമയിൽ എത്രയോ ഡയറക്ടർമാരൊക്കെ എൻ്റെ സുഹൃത്തുക്കളുണ്ട്, ആദ്യമായിട്ട് കണ്ട ഒരാളാണ് അയാളിന്ന് പൊട്ടിപ്പാളീസായി ഇരിക്കുവാണ്. അപ്പോൾ എല്ലായിടത്തും ഇയാൾ എഴുന്നേക്കാത്തതിൻ്റെ കുറ്റം പറഞ്ഞാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ അങ്ങനത്തെ ഡയറക്ടർ, എനിക്കിപ്പോൾ കുറേ ഡയറക്ടർ സൈഡിലുള്ള കുറേ ആർട്ടിസ്റ്റുകളൊക്കെ എനിക്ക് പരിചയമുണ്ട്, ഡയറക്ടർമാരൊക്കെ പരിചയമുണ്ട്. ഇങ്ങനൊരു ക്യാരക്ടറുള്ള ഒരാളെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പെട്ടുള്ളൂ എന്നുള്ളതിലേക്കാണ്. അന്നത്തെ കാലത്ത് അറിയത്തില്ല, പക്ഷെ അയാൾ മുഖാന്തരമാണ് ഞാൻ ഇത്രയും കാര്യങ്ങളിലൂടെ പഠിച്ചത്, ഈ പ്രൊഡക്ഷനെ എങ്ങനെ മൂഞ്ചിക്കുക എന്നുള്ളതിൻ്റെ. അപ്പോൾ അത് മനസ്സിലാക്കേണ്ട ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. അപ്പം ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ള ഈഗോയുള്ള ഡയറക്ടർമാരും ഉണ്ട്. അവന്മാർ പടം എടുത്തു കഴിഞ്ഞാൽ പൊട്ടുകയും ചെയ്യും. ആ പടം കോവിഡ് ആയപ്പോഴത്തേക്ക് പൊട്ടിപ്പാളീസായി നടക്കല്ലേ, അത് കോവിഡ് പോട്ടെ, അതൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ എല്ലാം വിജയിക്കണമെന്നില്ല, പറഞ്ഞ പോലെ ചിലതൊക്കെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടും ചിലർ. അപ്പോൾ ഈ ജസ്റ്റ് ഒരു കാര്യം ഞാൻ പറഞ്ഞാണ്, ഇങ്ങനെ ഈഗോ ഉള്ള ഡയറക്ടർമാരുടെ ഒരു കാര്യം കൂടിയിട്ടുണ്ട്.